ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നടത്തിയ വംശീയ പരാമർശത്തിന് പിന്നാലെ ഇന്ത്യയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുകഴ്ത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലെ US എംബസിയാണ് ട്രംപിന്റെ പ്രതികരണം പങ്കുവച്ചത്. ഇന്ത്യ മികച്ച ഒരു രാജ്യമാണെന്നും അവിടുത്തെ പ്രധാനമന്ത്രി തന്റെ നല്ല സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞതായി US വക്താവ് വിശദീകരിച്ചു. വിവാദ പരാമർശത്തിൽ ട്രംപിനെതിരെ പ്രതിഷേധം പുകയുന്നതിന്റെ ഇടയിലാണ് ഈ പ്രതികരണം ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കുടിയേറ്റത്തിനെതിരെ അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ മൈക്കൽ സെവേജ് നടത്തിയ വിവാദ പരാമർശം ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയായിരുന്നു. അമേരിക്കയുടെ മണ്ണിൽ പ്രസവിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്ന ബെർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിയമം ഇന്ത്യക്കാരും ചൈനക്കാരും ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ട്രംപ് പങ്കുവച്ച പോസ്റ്റിലെ പ്രധാന ആരോപണം. ഗർഭിണികൾ പ്രസവത്തിനായി മാത്രം അമേരിക്കയിൽ എത്തുന്നുവെന്നും അതിലൂടെ കുടുംബത്തെ മുഴുവൻ അവിടേക്ക് എത്തിക്കുകയാണെന്നും ആ പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നരകതുല്യമായ സ്ഥലങ്ങൾ എന്നാണ് സേവേജ് അധിക്ഷേപിച്ചത്. അവിടെ നിന്നും ആളുകൾ ഗർഭകാലത്തിന്റെ 9ാം മാസത്തിൽ അമേരിക്കയിലേക്ക് വന്ന് അവരുടെ കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നേടിയെടുക്കുമെന്നും സവേജ് പറഞ്ഞു. ട്രംപ് പങ്കുവച്ച സവേജ് നേഷൻ പോഡ്കാസ്റ്റ് വീഡിയോക്കും ട്രാൻസ്ക്രിപ്റ്റും അമേരിക്കൻ സുപ്രീം കോടതിയുടെ പൗരത്വ നിയമത്തെ വിമർശിക്കുന്നതായിരുന്നു. ഇന്ത്യൻ ചൈനീസ് കുടിയേറ്റക്കാരെ ലാപ്ടോപ്പുകൾ ഉള്ള ഗുണ്ടാ സംഘങ്ങളെന്നും ഞങ്ങളുടെ പതാകയെ ചവിട്ടി മെതിച്ചവർ എന്നും ഇതിൽ സാവേജ് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അവരെല്ലാം മാഫിയ കുടുംബങ്ങളെയും ഒരുമിച്ച് ചേർത്തതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ രാജ്യത്തിന് വരുത്തിവെച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ലാപ്ടോപ്പുകൾ ഉള്ള ഗുണ്ടാ സംഘങ്ങളാണ് ഇവരെല്ലാം. അവർ ഞങ്ങളെ കണ്ണടച്ച് കൊള്ളയടിച്ചു, രണ്ടാംകിട പൗരന്മാരെ പോലെ കണ്ടു, ലോകത്തെ വിജയിക്കാൻ അനുവദിച്ചു, ഞങ്ങളുടെ പതാകയെ അവർ ചവിട്ടി മെതിച്ചു എന്നിങ്ങനെയായിരുന്നു സാവേജിന്റെ കടുത്ത വിമർശനങ്ങൾ. ട്രംപിന്റെ ഈ അധിക്ഷേപങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയർന്നത്. പ്രതിപക്ഷ കക്ഷികൾ ട്രംപിനെതിരെ രംഗത്ത് വന്നു. ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റുമായി ഈ വിഷയം ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം അറിയിക്കണമെന്നും കോൺഗ്രസ് എക്സിൽ കുറിച്ചു. ഡൊണാൾഡ് ട്രംപിന് എങ്ങനെയാണ് ഇന്ത്യയെ നരകക്കുഴി എന്ന് വിളിക്കാൻ ധൈര്യം വന്നത്? ഇന്ത്യക്കാരെ ലാപ്ടോപ്പുകളുള്ള ഗുണ്ടകൾ എന്ന് എങ്ങനെ പറയാൻ ധൈര്യം വന്നു? നമ്മൾ ഇതിനെ ശക്തമായി എതിർക്കണമെന്നും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനെറ്റ് ആവശ്യപ്പെട്ടു. അതേസമയം ചില റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല എന്നായിരുന്നു വക്താവായ രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. അമേരിക്കയുടെ ഈ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ചൈനയും ഇന്ത്യയും നാഗരികതയുടെ കളിത്തൊട്ടുകളാണെന്ന് ഇറാൻ പറയുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നരകതുല്യമായ സ്ഥലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ടോക്ക് ഷോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ഡൊണാൾഡ് ട്രംപ് റീപോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇറാന്റെ വിമർശനാത്മകമായ ഈ പ്രതികരണം. യുദ്ധക്കുറ്റവാളിയായ പ്രസിഡന്റ് ഇറാൻ നാഗരികതയെ നശിപ്പിക്കുമെന്ന് എവിടെ നിന്നാണോ ഭീഷണിപ്പെടുത്തിയത്, ആ സ്ഥലമാണ് യഥാർത്ഥത്തിൽ നരകം എന്നും ട്രംപ് യാതൊരു നിയമവുമില്ലാതെ ഭിന്നിപ്പിക്കുകയാണ് എന്നും ഹൈദരാബാദിലെ ഇറാനിയൻ എംബസി എക്സിൽ ഒരു പോസ്റ്റിലൂടെ പ്രതികരിച്ചു.